എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് വളരെ ആകാംക്ഷയോടുകൂടി നിങ്ങളുടെ ഓരോരുത്തരെയും കുട്ടികൾ ഈ സ്റ്റേജിൽ എത്തുന്നത് കാണാനായിട്ടുള്ള സന്തോഷത്തിലാണെന്ന് അറിയാം. എങ്കിലും ഔപചാരികതയുടെ പേരിൽ നമ്മുടെ ഈ സ്കൂളിൻ്റെ വാർഷികത്തിൻ്റെ സ്വാഗതം പറയുക എന്നുള്ള കർത്തവ്യമാണ് എനിക്കുള്ളത്. ഹോളി ഫാമിലി ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ 24ാമത് ആനുവൽ ഡേയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. ഹോളി ഫാമിലി എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിനെ ഒരു കുടുംബ സംഗമമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ എത്തിയ പേരൻസൊക്കെ തന്നെ നേരത്തെ എത്തുകയും സ്വന്തം ഭവനത്തിലായിരിക്കുന്നത് പോലെ ആ ഒരു സ്വാതന്ത്ര്യത്തോടുകൂടി ഇവിടെ ആയിരിക്കാനായിട്ടും എപ്പോഴും ഈ സ്കൂളിൻ്റെ അധികാരികളോടും അധ്യാപകരോടും ഒക്കെ ഒരു കുടുംബാംഗത്തിനെ പോലെ കരുതുകയും ഞങ്ങളവിടെ ഭവനങ്ങളിലെത്തുമ്പോൾ ഞങ്ങളെ വളരെ സന്തോഷത്തോടു കൂടിയും സ്വീകരിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് കുട്ടികളുടെ രണ്ടാമത്തെ ഭവനമായ അവരുടെ സ്കൂള് ഏറ്റവും സുരക്ഷിതമാണ് എന്ന് മാതാപിതാക്കൾ ഉറച്ച് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. അവരുടെ എക്സ്റ്റൻഡഡ് ഹോമായിട്ട് ഈ സ്കൂളിനെ അവർ കരുതുന്നു, അതുപോലെ തന്നെ കുട്ടികൾ കരുതുന്നു, ഇവിടെ മാതാപിതാക്കളും അധ്യാപകരും കരുതുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാര്യമാണ്. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ICSE സ്കൂളുകളിൽ ഒന്നാണ് എന്നതിൽ നമുക്ക് തർക്കമൊന്നുമില്ല. കഴിഞ്ഞ വർഷങ്ങളിലെ നമ്മുടെ റിസൾട്ടൊക്കെ പരിശോധിക്കുമ്പോഴും അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ പോലും ICSEയുടെ റാങ്ക് പട്ടികയിൽ വരാനായിട്ടുള്ള ഭാഗ്യം നമ്മുടെ സ്കൂളിൽ ഉണ്ടായി എന്നുള്ളത് ഈ സ്കൂളിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനം നൽകുന്ന കാര്യമാണ്. ഇവിടെ പഠിച്ച് കടന്നുപോയ കുട്ടികളൊക്കെ എപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി ഹോളി ഫാമിലി ഇൻ്റർനാഷണൽ സ്കൂളിലെ കുട്ടികളാണ് എന്ന് പറഞ്ഞത് കേൾക്കുന്നതിലും ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നുണ്ട്. കാരണം ഇവിടെ പഠിച്ചു പോയ കുട്ടികളാണ് ഈ സ്കൂളിൻ്റെ മാറ്റം എത്രമാത്രമുണ്ട് എന്ന് ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഈ കഴിഞ്ഞ 2.5 ആഴ്ച കാലമായിട്ട് നമ്മുടെ അധ്യാപകരും കുട്ടികളും ഒന്നിച്ചു ചേർന്ന് നടത്തിയ വളരെ ബൃഹത്തായ പരിശീലനത്തിൻ്റെ ഒരു പൂർത്തീകരണമായിട്ടാണ്, അതിൻ്റെ പൂർത്തീകരണത്തെ കാണാനായിട്ടാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ആയിരിക്കുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അവരുടെ കഴിവ് ഏറ്റവും അധികം സ്റ്റേജിൽ ഇത്രയും അധികം ആളുകളുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ പോകുന്നൊരു ദിവസം മാത്രമല്ല, കഴിഞ്ഞ 2.5 ആഴ്ചക്കാലം ഈ കുട്ടികളുടെ ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളായിരുന്നു. അവർ മറ്റ് ക്ലാസ് ദിവസങ്ങളിലേക്കാൾ ഉപരിയായിട്ട് അവരുടെ കൂടുതൽ പഠിക്കുന്ന കുട്ടികളോടും അവരുടെ അധ്യാപകരോടും ഒക്കെ വളരെ അടുത്ത് ഇടപഴകാനായിട്ട് സാധിക്കുകയും അങ്ങനെ അവരുടെ ഒരു സാമൂഹികമായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റിന് ഏറ്റവും അധികം ഉപകാരപ്രദമായ ഒരു സമയമായിരുന്നു കഴിഞ്ഞ 2.5 ആഴ്ചക്കാലം. ആ സമയം ഏറ്റവും ഫലപ്രദമായിട്ട് വിനിയോഗിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും വിചാരിക്കുക. ഇന്ന് നമ്മുടെ കുട്ടികൾ ഒരു സെക്കൻഡ് സമയമെങ്കിലും ഈ സ്റ്റേജിലെത്തി ഓഡിയൻസിന് മുമ്പിൽ നിൽക്കുമ്പോൾ അത് അവർ ഈ കഴിഞ്ഞ നാളുകളിൽ പഠിച്ച് നേടിയെടുത്ത റാങ്കുകളേക്കാൾ ഉപരിയായിട്ട് അവർക്ക് സന്തോഷം നൽകുന്ന മറക്കാനാവാത്ത ഒരു അനുഭവമായിട്ട് മാറും എന്നതിൽ നമുക്ക് തർക്കമൊന്നുമില്ല. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ മാനേജിംഗ് ട്രസ്റ്റി ബഹുമാനപ്പെട്ട ബോബി മണ്ണമ്പുലാക്കലച്ഛന് ഒരു മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛന് വൈകാതെ തന്നെ ഇവിടെ എത്തുന്നതാണ്. അച്ഛൻ എത്തുമ്പോൾ അച്ഛനെ നമുക്ക് വീണ്ടും സ്വാഗതം ചെയ്യാം. നമ്മുടെ സ്കൂളിൻ്റെ മാനേജർ ബഹുമാനപ്പെട്ട ബ്രിജേഷ് പുറ്റുമണിൽ അച്ഛന് നമ്മുടെ സ്കൂളിൻ്റെ മാനേജറായിട്ട് ഏകദേശം 2 മാസക്കാലമായിട്ട് ശുശ്രൂഷ ചെയ്തു വരികയാണ്. അച്ഛൻ ഇതിനു മുമ്പ് പീരുമേട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ചാവമ്പാൽ ഇടവകയുടെ വികാരി കൂടിയായിട്ട് സേവനം ചെയ്യുന്ന അച്ഛനാണ്. അച്ഛന് ഇന്ന് നമ്മുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളും അച്ഛനോട് പറയുമ്പോൾ വളരെ താല്പര്യത്തോടു കൂടി വളരെ സ്നേഹത്തോടു കൂടി ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് എന്നെക്കൊണ്ട് സാധിക്കുന്നതെല്ലാം ചെയ്യാമെന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയാണ് അച്ഛൻ എപ്പോഴും ഞങ്ങളോട് സംസാരിക്കുകയും കുട്ടികളോടും അധ്യാപകരോടും ഒക്കെ സംസാരിക്കുക. തീർച്ചയായിട്ടും അച്ഛനെ കിട്ടിയത്, ഈ സ്കൂളിൻ്റെ മാനേജറായിട്ട് കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടു കൂടെ യോഗാധീശനായ ബ്രിജേഷ് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടു കൂടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഡെന്നോ മരങ്ങാട്ട് അച്ഛൻ നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പള്, അച്ഛനെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾക്ക് അച്ഛനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ കരുതുക. നിങ്ങളുടെ കുട്ടികളുടെ ഓരോ കാര്യത്തിലും വളരെ താല്പര്യത്തോടു കൂടി ഇടപെടുകയും
നിങ്ങളുടെ കുട്ടികളോട് വളരെ സ്നേഹവും താല്പര്യവും കാണിക്കുന്ന ഒരു അച്ഛനാണ് ഡെന്നോ അച്ഛൻ എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും എന്നേക്കാൾ കൂടുതൽ അറിയാം. നെഹ്റു ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ദ വേ ടു റിഫോം ചിൽഡ്രൻ ഈസ് ടു വിൻ ദം ഓവർ വിത്ത് ലവ്. സോ ലോങ് ആസ് എ ചൈൽഡ് ഈസ് അൺഫ്രണ്ട്ലി യു കാൺ മെൻ ഹിസ് വേ. കുട്ടികളെ സ്നേഹം കൊണ്ട് കീഴടക്കുക എന്നതാണ് അവരെ നന്നാക്കിയെടുക്കാനായിട്ടുള്ള ഏക മാർഗമെന്ന് നെഹ്റു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 1950-60 കാലഘട്ടങ്ങളിലെ ബാലയോഗങ്ങളിൽ അദ്ദേഹം പറഞ്ഞതാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഡെന്നോ അച്ഛൻ ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അച്ഛൻ്റെ ജീവിത രീതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എത്രമാത്രം സ്നേഹത്തോടുകൂടിയാണ് അദ്ദേഹം കുഞ്ഞുങ്ങളുടെ മനസ്സ് കീഴടക്കുക എന്നുള്ളത് ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ ഈ സ്കൂളിനെക്കുറിച്ചും ഈ സ്കൂളിലെ അധ്യാപകരെക്കുറിച്ചൊക്കെ നിങ്ങളോട് വീട്ടിൽ വന്ന് പറയുമ്പം നിങ്ങൾക്ക് തന്നെ ഒരുപക്ഷെ സംശയം തോന്നിയിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും അച്ഛൻ ഇവിടെ ആയിരുന്ന കാലഘട്ടങ്ങളിൽ വളരെ സ്നേഹത്തോടും താല്പര്യത്തോടും കൂടെ ഈ സ്കൂളിലും അതുപോലെ തന്നെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും ഭംഗിയായിട്ട് ഇടപെട്ടു എന്നതിൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അടുത്ത വർഷം അച്ഛൻ മറ്റൊരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക കൂടിയാണ്. അപ്പോൾ കുട്ടികളുടെയും ഈ സ്ഥാപനത്തോടും ഞങ്ങളോടെല്ലാവരോടും അച്ഛൻ കാണിച്ച സ്നേഹവും താല്പര്യവും സൗഹൃദവും ഒക്കെ എത്ര വലുതാണെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അത് വാക്കുകളിൽ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. ഔദ്യോഗികമായിട്ട് അച്ഛന് പിന്നീട് നന്ദി അറിയിക്കുന്നതായിരിക്കും. എങ്കിലും ഈ സ്വാഗതത്തിൻ്റെ അവസരത്തിലും ബഹുമാനപ്പെട്ട ഡെന്നോ അച്ഛന് ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ ഏറ്റവും ഹൃദ്യമായിട്ടുള്ള നന്ദി അറിയിക്കുകയും ഒപ്പം തന്നെ ഈ യോഗത്തിലേക്ക് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീമതി വത്സമ്മ ആൻ്റണി നമുക്കെല്ലാവർക്കും പരിചിതയാണ്. ഈ സ്കൂളിൻ്റെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ആവശ്യം പറഞ്ഞാലും സ്കൂളിൽ ഇവിടെ വാർഡ് മെമ്പർ ആകുന്നതിന് മുമ്പേ തന്നെ സ്കൂളിൻ്റെ കാര്യങ്ങൾ എല്ലാവരുടെയും പ്രതിനിധിയാണ്. ഈ സ്കൂളിനെ എത്ര വർഷം വയസ്സുണ്ടോ അത്രമാത്രം ഈ സ്കൂളിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു അധ്യാപക കൂടിയാണ് ബഹുമാനപ്പെട്ട ബിജി മിസ്. മാത്രമല്ല ഇതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകർ നമ്മുടെ സ്കൂളിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ സ്കൂളിനെ മുമ്പോട്ട് നയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം. ബഹുമാനപ്പെട്ട ബിജി മിസ്സിനെ ഇവിടെ ഉള്ള മറ്റ് അധ്യാപകരെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ വർഷത്തെ റിട്ടയറിംഗ് ഫാക്കൽറ്റി മെമ്പേഴ്സാണ് ബഹുമാനപ്പെട്ട ജസമ്മ ടീച്ചർ, ഫിലോമിന ടീച്ചർ, ശ്രീജ മിസ്. ഇവരെ എല്ലാവരെയും നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വിരമിക്കൽ ഒരു നഷ്ടം തന്നെയാണ്. എന്നാൽ നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ നോംസ് ആൻഡ് പോളിസികളിൽ ഉള്ളതാണ് ഇത്ര വയസ്സാകുമ്പോൾ റിട്ടയർ ആകണമെന്നുള്ളത്. ഇവർ റിട്ടയർ ആകുന്നുവെങ്കിലും ഇവരുടെ സേവനം തീർച്ചയായിട്ടും സ്കൂളിൽ തുടർന്നും ലഭിക്കുമെന്നുള്ളതിൽ ഇവർ തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്കതിൽ സംശയമൊന്നുമില്ല. ഇവർ ഈ സ്കൂളിലായിരുന്നിടത്തോളം കാലം ഈ സ്കൂളിനെ ഏറ്റവും അധികം വളർച്ചയിലേക്ക് കൊണ്ടുവരാനായിട്ട് അക്ഷീണം പ്രവർത്തിച്ചിട്ടുള്ളവരാണ് എന്നതിൽ നമുക്ക് ആർക്കും തർക്കമില്ല. ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ ബഹുമാനപ്പെട്ട അധ്യാപകരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പേരൻസ്, കാരണം ഈ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും വളരെ താല്പര്യത്തോടു കൂടി ഇടപെടുന്ന, ഞങ്ങളോട് താല്പര്യത്തോടു കൂടി സംസാരിക്കുന്ന പേരൻസ് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷവും ആശ്വാസവും നൽകുന്ന കാര്യമാണ്. ഈ 2010 പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് പ്രാഞ്ചിയേട്ടൻ. ഈ പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമയിൽ അദ്ദേഹം ഒരു ഡയലോഗുണ്ട്, അതിപ്രകാരമാണ്, നിങ്ങളുടെ കുട്ടികൾ വലിയ സമ്പത്താണ് എന്ന്. നിങ്ങളുടെ കുട്ടികൾ വലിയ സമ്പത്താണ് എന്നത്. ഈ സമ്പത്തായ ഈ അഭിമാനമായ ഈ കുട്ടികളെ ഞങ്ങൾക്ക് തന്നത് തീർച്ചയായിട്ടും ഈ മാതാപിതാക്കളാണ്. ഹോളി ഫാമിലി ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് ഈ കുട്ടികളെ വിടാനായിട്ട് കാണിച്ച സന്മനസ്സിന് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുകയും ഒപ്പം തന്നെ ഈ ആനുവൽ ഡേ സമ്മേളനത്തിലേക്ക് എല്ലാ മാതാപിതാക്കളെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയും ചെയ്യും. ഇന്നത്തെ ഈ ആനുവൽ ഡേയുടെ പ്രോഗ്രാംസൊക്കെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഇനി വരാനിരിക്കുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും മനോഹരമായ ദിവസം കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.